അപ്പൊ ഇന്ന് നടന്ന മത്സരത്തിൽ ആർസണൽ 1-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് EPLന്റെ ടൈറ്റിൽ പ്രതീക്ഷകൾ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കറിയാം. എന്തായാലും സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ ഒരു ചാൻസ് പോലും ആർസണലിനില്ല. ആർസണൽ ഫാൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ് ട്യൂസ്ഡേ നടക്കാൻ പോകുന്നത്. ടോട്ട്നാമിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ടോട്ട്നാം വേഴ്സസ് മാൻ സിറ്റി മത്സരം വളരെ പ്രതീക്ഷയോടെയാണ് ആർസണൽ ഫാൻസ് ഒക്കെ ഉറ്റുനോക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം ഡ്രോ ആയാലോ അല്ലെങ്കിൽ തോറ്റാലോ ആർസണലിന് പോസിറ്റീവായിട്ട് പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ഒരു ജെന്യൂൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രധാനമായും 3-4 ഫാക്ടേഴ്സ് ഇതിനെ എഫക്ട് ചെയ്യും. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്പിന്റെ ടീം സ്പേഴ്സ് സ്റ്റേഡിയത്തിൽ വന്നിട്ട് പല മത്സരങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, അവസാന നിമിഷം കൗണ്ടർ അറ്റാക്കിലൂടെ സ്പേഴ്സ് സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൊറീഞ്ഞോയുടെ കീഴിലുള്ള സ്പേഴ്സ് ടീമിനെതിരെയും കോണ്ടെക്കെതിരെയുള്ള സ്പേഴ്സ് ടീമിനെതിരെയും പെപ് ഗാർഡിയോള ഹോം മാച്ചിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഫാക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. ആഞ്ച് പോസ്റ്റെക്കോഗ്ലു ആണ് പുതിയ കോച്ച്. അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കുന്ന ടീമിന്റെ വീക്ക്നെസ് പെപ്പിന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. FA കപ്പിൽ നമ്മളത് കണ്ടതുമാണ്. കാരണം FA കപ്പിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിയ സ്പേഴ്സിനെ ഇൻവേർട്ട് ചെയ്ത് ഫുൾ ബാക്ക് മുമ്പോട്ട് പോകാനാവാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് സിറ്റി ഡോമിനേറ്റ് ചെയ്തു, പക്ഷെ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വികാരിയോ സേവ് ചെയ്തു. എന്നാൽ അവസാന നിമിഷം റൂബൻ ഡിയാസിന്റെ ഒരു ഹെഡറിലൂടെ 1-0 ലീഡിലേക്കും വിജയത്തിലേക്കും സിറ്റി പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് സിറ്റിക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഒരു കഴിഞ്ഞ 5 മത്സരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കനത്ത പരാജയത്തിലൂടെ മുമ്പോട്ട് പോയി. ബേർണിക്കെതിരെ സെക്കൻഡ് ഹാഫിൽ ഒരു പോസിറ്റീവ് പെർഫോമൻസ് കണ്ടു. ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്ന് മാത്രമേ സ്പേഴ്സിന് ഇപ്പം ചെയ്യാൻ പറ്റൂ. പക്ഷെ സിറ്റിക്കെതിരെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അവരുടെ ഈ ഒരു സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പുഷ് ചെയ്യും, മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ഹൈ ലൈൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതിയും പെപ്പിന്റെ കയ്യിൽ ഉണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ ഹാലൻഡ് ആയാലും ഫോഡൻ ആയാലും മാരക ഫോമിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡുള്ള പ്ലെയറെ വെച്ചുകൊണ്ട് കെവിൻ ഡിബ്രോയിന്റെ പാസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല, ഫ്രണ്ട് 3 നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ആഞ്ച് പോസ്റ്റെക്കോഗ്ലുവിനോട് പറയുന്നത് സണ്ണിനെ സെൻട്രൽ കളിപ്പിക്കല്ലേ എന്നാണ്. പുള്ളി സെൻട്രലായിട്ട് വരുമ്പോൾ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് പോലും ക്രിയേറ്റ് ചെയ്യാൻ സ്പേഴ്സിന് കഴിയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരം നോക്കിയാൽ സെക്കൻഡ് ഹാഫിൽ സണ്ണിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി പുള്ളിയുടെ ആ പഴയ ഡ്രിബിളിംഗ് എബിലിറ്റീസും കട്ട് ചെയ്ത് ബോക്സിലേക്ക് വരുന്നതും 1-2 കിടിലൻ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സണ്ണിയെ നമ്മൾ കണ്ടു. അപ്പോൾ പോസ്റ്റെക്കോഗ്ലു അത് റീഡ് ചെയ്തുകൊണ്ട് പുള്ളിയെ ലെഫ്റ്റിൽ തന്നെ കളിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും റിച്ചാർഡ്സൺ അടുത്ത മത്സരത്തിൽ ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കർ ഇല്ലാതെ അല്ലെങ്കിൽ സണ്ണിനെ മിഡായിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു തിരിച്ചടിയിലേക്ക് പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കുളസെസ്കി ഒരു മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ട്. പലപ്പോഴും റിക്കവർ ചെയ്യുന്ന ബോള് ഒരു വൺ ഡയറക്ഷനിലായിട്ട് മുമ്പോട്ട് പോയിട്ട് മിസ് ചെയ്യുന്ന കുളസെസ്കിയെ നമ്മൾ കാണുന്നുണ്ട്. ഫൈനൽ ഷോട്ട് എടുക്കുന്നില്ല, കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ ചിലപ്പോൾ നമ്മളെ മത്സരത്തിനെ സ്വാധീനിക്കാനുള്ള ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഡിഫൻസ് ആണ്. ഡിഫൻസ് മിക്കി വാൻഡമൻ ആയാലും റൊമേറോ ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് പല മത്സരങ്ങളിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ജയിക്കുക എന്ന് പറയുന്നത് പ്രൈം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവരുടെ മിഡ്ഫീൽഡ് ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. റോഡിലിടത്തോളം കാലം അതങ്ങനെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഫോർഡന്റെ ലാസ്റ്റ് മിനിറ്റ് മൂവ്മെന്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി അവർ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ ചിലപ്പോൾ 2-2 ഒരു ഡ്രോയിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching. Bye for now.